140 ചെക്ക് പോയിന്റ്, അതായത് ക്വാളിറ്റി ചെക്ക് പോയിന്റും കാര്യങ്ങളൊക്കെ പാസ്സായ വാഹനങ്ങളാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, 300-ലധികം ചെക്ക് പോയിന്റും കാര്യങ്ങളൊക്കെ പാസ്സായ വാഹനങ്ങളാണ് നിലവിൽ സ്റ്റോക്ക് ഉള്ളത്. പിന്നെ പറയുന്നത് ഈസി ഫിനാൻസിങ് ഓപ്ഷൻ. ഇത് ഏകദേശം ഈ പറഞ്ഞതൊന്നല്ല, 4 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ഇവർ അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. പിന്നെ 7 ഡേയ്സ് റിട്ടേൺ പോളിസി, അതായത് വാഹനങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ട് നമുക്ക് വാഹനം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ വാഹനം തിരിച്ചേൽപ്പിക്കാനുള്ള ഒരു ഓപ്ഷൻ മുന്നേ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് എടുത്ത് കളഞ്ഞിട്ട് ഇപ്പോൾ 30 ദിവസത്തെ റിട്ടേൺ പോളിസിയൊക്കെ മാറ്റിയിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ വാഹനം എടുത്തുകൊണ്ട് പോയിട്ട് വാഹനം നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ നമുക്ക് തിരിച്ചേൽപ്പിക്കാനുള്ള സൗകര്യമാണ്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ റീഫണ്ട് കിട്ടും. അതല്ല വണ്ടി മാറ്റിയെടുക്കണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. ആകെ മൊത്തം നോക്കുകയാണെങ്കിൽ നമുക്ക് യൂസർ കാർ എടുക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വരാൻ പറ്റുന്ന, പരിപൂർണ്ണ വിശ്വാസമായിട്ടും അതുപോലെ തന്നെ നമുക്ക് സന്തോഷമായിട്ട് വരാൻ പറ്റുന്ന ഒരു ഷോറൂമാണ് നമ്മുടെ കാർസ് 24. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ യാർഡുകളിൽ ഒന്നാണ് നമ്മുടെ കാക്കാനാടുള്ള കാർസ് 24 എന്ന് പറയുന്നത്. ഒരുപാട് വാഹനങ്ങൾ സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചും ബഡ്ജറ്റിനനുസരിച്ചുള്ള വാഹനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരം കൂടിയുണ്ട്. അപ്പോൾ നിലവിൽ ഏതൊക്കെ വാഹനങ്ങളാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ നോക്കാം. വാഹനപ്രേമികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനങ്ങളൊന്നായി മാറിക്കഴിഞ്ഞിട്ടുള്ള മഹേന്ദ്ര താർ ആണ്. 2021 മോഡൽ, നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. LX 4 വീൽ ഡ്രൈവ് ആണ് വരുന്നത്. 60,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ, കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റ്, റീപ്ലേസ്, ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. നിലവിൽ കണ്ടീഷൻ വാഹനമാണ്. ഈ വാഹനത്തിന്റെ വില 10,40,000 രൂപ. ഇത് നമുക്ക് RC, നെയിം ട്രാൻസ്ഫർ, അതുപോലെ തന്നെ സർവീസ് ചാർജ് കൂടി ആഡ് ആവും. ഒരുപാട് വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ എല്ലാ വാഹനങ്ങളും പരിചയപ്പെടുത്തിയാൽ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ വേണ്ടപ്പെട്ട കുറച്ച് സെഗ്മെന്റ് വാഹനങ്ങൾ മാത്രമേ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നുള്ളൂ. നിങ്ങൾക്ക് ഏത് വാഹനം വേണമെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഞാനിന്ന് പറയുന്ന വാഹനങ്ങളുടെ വില എന്ന് പറയുന്നത് RC, ട്രാൻസ്ഫർ, അതുപോലെ തന്നെ പേപ്പർ വർക്കും കാര്യങ്ങളൊന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. വാഹനത്തിന്റെ വില മാത്രമേ പറയുന്നുള്ളൂ. ഇത് 2019 മോഡൽ റെനോൾട്ടിന്റെ ഡ്രൈവർ ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പ്, പെട്രോൾ മാനുവലാണ്. 33,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, അലോയ് വീല് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 4,87,000 രൂപയാണ്. നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ്. ഇവിടെ എല്ലാത്തരം സെഗ്മെന്റ് വാഹനങ്ങളുണ്ട്. SUV സെഗ്മെന്റ് ഉണ്ട്, ഹാച്ച് ബാക്ക് ഉണ്ട്, സെഡാൻ സെഗ്മെന്റ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും വരാൻ പറ്റും. കുറച്ച് വലിയൊരു വാഹനമൊക്കെ അന്വേഷിച്ചിറക്കുന്നവരുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമാണ് MG-യുടെ ഹെക്ടർ. ഇത് 2019 മോഡൽ, നിലവിൽ സിംഗിൾ ഓണർ, ഡീസൽ എഞ്ചിനാണ്. 82,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. വേറെ മേജർ ആക്സിഡന്റ്, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. കണ്ടീഷൻ വാഹനമാണ്. ഈ വാഹനത്തിന്റെ പ്രൈസ് 10,32,000 രൂപയാണ്. ഇത് 2017 മോഡൽ ഹ്യുണ്ടായിയുടെ ക്രെറ്റയാണ്. SX പ്ലസ് ആണ് വേരിയന്റ്. നിലവിൽ 3ാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. 52,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. എല്ലാത്തരം ബ്രാൻഡുകളും നിലവിൽ അവൈലബിൾ ആണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഓരോ ബ്രാൻഡുകളുടെ വാഹനങ്ങൾ നിങ്ങൾ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഏത് വാഹനം വേണമെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് 7,30,000 രൂപയാണ്. ഇത് റെനോൾട്ടിന്റെ ക്യാപ്ചർ എന്ന് പറയുന്ന വാഹനമാണ്. RXE ആണ് വേരിയന്റ്. 2019 മോഡലും 2020 രജിസ്ട്രേഷൻ വരുന്നത്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. ഡീസൽ എഞ്ചിനാണ് വരുന്നത്. ഓടിക്കുന്ന കിലോമീറ്റർ 1,34,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 6,11,000 രൂപ മാത്രമാണ്. താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക.